കഞ്ഞിയോട്ടിനെ കുറിച്ച് മന്ത്രി പി രാജീവിന്റെ മകൾ വിദ്യ രാജീവ് പറഞ്ഞത് ഇങ്ങനെ. കഞ്ഞിയോട്ട് ചെയ്തപ്പോ എന്താണ് എന്തൊരു ചാൻസ് ആണ്. ഒരു വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിസണും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പം അത് ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ സന്തോഷമാണ്. പത്തനാപുരം മൗണ്ട് ടാബോർ ഗേൾസ് സ്കൂളിൽ 31 നമ്പർ ബൂത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ, ഭാര്യ ബിന്ദു, മകൻ ആദിത്യനാഥും വോട്ട് രേഖപ്പെടുത്തി. നീണ്ട നിരയിൽ മണിക്കൂറോളം കാത്തിരിപ്പിനൊടുവിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനാപുരം MLA സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ.പി. ഗണേഷ് കുമാർ വോട്ട് ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് GCN ലൈവിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കളമശ്ശേരി കുസാറ്റ് അംബേദ്കർ ട്രെയിനിംഗ് സെന്ററിൽ 155 നമ്പർ ബൂത്തിൽ മന്ത്രി പി രാജീവ് കുടുംബസമേതം നീണ്ട നിരയിൽ മണിക്കൂറോളം കാത്തുനിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇലക്ഷൻ ഇതുവരെയൊക്കെ എന്താണ് ഒരു ഫീഡ്ബാക്ക്? പൊതുവെ നല്ല പോളിംഗ് ആണ് രാവിലെ തന്നെ കാണുന്നത്. വളരെ നല്ല രീതിയിലുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഘട്ടങ്ങളിലും, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്നുവരുന്നത്. വിശ്വാസ്യതയുള്ള ഒരു ബദൽ സംവിധാനം ഇടതുപക്ഷമാണ് എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർ കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഇതായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായും മുന്നോട്ട് വെച്ച അജണ്ട എന്നുള്ളത്. അതിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കേരളം ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.